മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി വിഷുക്കണിക്കൊന്ന പോലും താലിപ്പൊൻ പൂവണിഞ്ഞു തൂമഞ്ഞും പൊന്മുത്തായി പൂവെല്ലാം പൊൻപണമായി മൈനാക പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി. ഈ പാട്ട് വെറുതെ നിട്ടതുള്ളൂ. മൈനാക പൊന്മുടിയിൽ. ഓക്കെ, വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഒരു പ്രസ്തുത വ്യക്തി അവരുടെ സ്വന്തം ചാനലിൽ ഒരു വീഡിയോ ഇട്ടു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് അതുൽ വ്ളോഗിനെ വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അവര് അഭിസംബോധന ചെയ്തത്. ഒരിക്കലും നമ്മൾ ആരും വിളിക്കാത്ത ഒരു വാക്ക് ഒരാളുടെ മുഖത്ത് നോക്കി ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആളുകൾ കാണാൻ സാധ്യതയുള്ള ഒരു ചാനലിലൂടെ വന്ന് വിളിക്കുന്നു. ഇവർ ആ വീഡിയോയിലൂടെ എടുത്തു പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതുൽ വ്ളോഗ് ആണ് അങ്ങനെ ഒരു തമ്പനയിൽ ഇട്ടത് എന്നും അതുൽ വ്ളോഗിനെയാണ് വിവി പോയി തല്ലേണ്ടതും പിന്നെ ഷെഫീന ബീബിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഷെഫീന ബീബിയും ശിങ്കിടികളും എന്ന രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയി കിടക്കുന്ന ആളുകളല്ല. അവരവർക്ക് കിട്ടുന്ന വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആളുകൾ മാത്രമാണ്. വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ കാഴ്ചപ്പാടാണ് എല്ലാവർക്കും. എല്ലാവരും വ്യത്യസ്ത മനോഭാവമുള്ള ആളുകളാണല്ലോ. ഇവിടെ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്? നമുക്കൊന്ന് ഊഴ്ന്നിറങ്ങിയാലോ. ഊഴ്ന്നിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഹനാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ പ്രസ്തുത വ്യക്തിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരുടെ ഒരു ശബ്ദ സന്ദേശം നമ്മൾ എല്ലാവരും കേട്ടതാണ്. ഒരിക്കലും ഈ കാര്യത്തെ നിരസിക്കുന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ പ്രസ്തുത വ്യക്തി ഒരിക്കലും നിരസിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രസ്തുത വ്യക്തി ഇവർക്ക് മറുപടി കൊടുക്കുന്നില്ല, ഈ ഹനാന് മറുപടി കൊടുക്കുന്നില്ല, ഈ ഹനാനെതിരൊന്നും പറയുന്നില്ല. ഇത് കാലങ്ങളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്നും അതേ ചോദ്യം തന്നെയാണ് കമന്റ് ബോക്സിലും കാണുന്നത്. ഇവിടെ ഹനാൻ പറഞ്ഞ ഒരു വാക്ക് അത് നമ്മൾ തമ്പനയിൽ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പോലും പറയാം, ആ ഒരു കാര്യത്തെ പല ആളുകളും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇപ്പോഴും കിട്ടിയിട്ടില്ല. പിന്നെ ആ ഒരു അവതാരിക ചോദിച്ച ചോദ്യത്തിന് എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക? ഒരിക്കലുമില്ല. ഇപ്പൊ ഈ ഒരു പ്രസ്തുത വ്യക്തിക്ക് ഈ ഒരു ഇന്റർവ്യൂയർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ആങ്കർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് കട്ട് ചെയ്തോളൂ എന്ന് പറയാനുള്ള സമയമുണ്ട്. 3 പാർട്ടല്ലേ വരുന്നത്, അതിൽ നിന്ന് കട്ട് ചെയ്തുകൊള്ളൂ എന്ന് പറയാനുള്ള അല്ല, ചെയ്യില്ല. കാരണം അത് തന്നെയാണ് ആ ഒരു ഇന്റർവ്യൂവിന്റെ ഹൈലൈറ്റ്. അത് കഴിഞ്ഞ് അവരുടെ എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രസ്തുത വ്യക്തി പറയുന്നു, അവരെന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ഇന്റർവ്യൂ നടത്തിയതാണ് എന്നും എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യവും. പക്ഷെ വേറൊരു വ്യക്തിയുടെ ഒരു വോയിസ് നിങ്ങൾ കേട്ടത്, അവര് വിളിച്ച് സംസാരിച്ചപ്പോൾ ഈ ചാനലിന്റെ ആളുകൾ പറഞ്ഞത് ഇങ്ങോട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്. അല്ലെ, സത്യത്തിന് ഞങ്ങൾ എന്താ വിശ്വസിക്കേണ്ടേ? അല്ല, ഞങ്ങൾക്കത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഉപയോഗിച്ച വാക്ക് നായിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട ഒരുപാട് തവണ അത് ആവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഈ പ്രസ്തുത വ്യക്തിയുടെ ഒരുപാട് കോമാളിത്തരങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും എടുത്തിട്ടാണ് ഇവിടെ പല ആളുകൾ റിയാക്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മുടി കുറച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് തടിച്ചിട്ടുള്ള ഒരു ചേച്ചി ഉണ്ടല്ലോ, ആ ഒരു ചേച്ചി ഒരു പത്രസമ്മേളനം വിളിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. 32ഓളം യൂട്യൂബർമാർക്ക് എതിരെ അവർ പരാതി കൊടുക്കാൻ പോവാന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്നറിയോ? വിധവയായിട്ടുള്ള സെലിബ്രിറ്റികളായ ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. ടാർഗറ്റ് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ചേച്ചി എന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ഇവിടെ എല്ലാവർക്കും അറിയാം. അവരുടെ ഒരുപാട് വീഡിയോസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ ചാച്ചി അറിഞ്ഞിട്ടില്ല കേട്ടോ. ആ ഒരു മനുഷ്യഭാഷ പ്രവർത്തക എന്ന് പറഞ്ഞ ആ ഒരു ചേച്ചി അതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. പിന്നെ തൊട്ടടുത്തിരിക്കുന്ന മറ്റേ ചേച്ചിയോ, ഈ മുടി മുറിച്ച ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയോ? ഓക്കെ, അത് വളർക്കട്ടെ. ഇപ്പോ അതുൽ വ്ളോഗിനെ വിളിച്ച ഈ വാക്കുകളെയും നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്? മോശപ്പെട്ട വാക്കാണ് അല്ലെ? ഇവിടെ അതുൽ വ്ളോഗ് അടക്കമുള്ള ഒരുപാട് യൂട്യൂബർമാര് ഈ ഹനാൻ പറഞ്ഞ വാക്കുകളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വന്നു, ഒരു ഓഡിയോ വന്നു. ഇവിടെ വിവി പറഞ്ഞത് ആ ഒരു അവതാരിക അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് തെറ്റായി പോയി, അങ്ങനെ ചോദിക്കുന്നവരെ തല്ലണം എന്നുള്ളൊരു വാക്ക് അദ്ദേഹം അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതെന്തായാലും ഈ പ്രസ്തുത വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം തമ്പനയിൽ ഉണ്ടാക്കിയത് നിന്റെ സുഹൃത്തായ അതുലാണല്ലോ, നീ അവനെ പോയി തല്ലടാ എന്നാണ് പറയുന്നത്. തമ്പനയിൽ ഞാൻ കണ്ടു, തമ്പനയിലൊന്നും ഞാൻ ന്യായീകരിക്കണമൊന്നുമില്ല. പക്ഷെ ആ വീഡിയോന്റെ ഉള്ളടക്കം എന്തായിരുന്നു? ഈ ഹനാൻ പറഞ്ഞ വാക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും പറഞ്ഞ വാക്കോ അങ്ങനെ എന്തെങ്കിലും അതിൽ ഉണ്ടായിരുന്നു? ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണേ. ഹനാനുള്ള മറുപടി കൊടുക്കാൻ പോകുന്നില്ല. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്നെ പല ആളുകളും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ കിച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ പ്രസ്തുത വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ കമന്റ് ബോക്സുകളിലൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അത് മൈൻഡ് ചെയ്തിട്ടില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് കൃത്യമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് നമ്മുടെ രജിത് കുമാർ സാറിന് അറിയില്ലേ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർമ്മയില്ലേ, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടക്കും ചെയ്തില്ലേ, അത്രയേ ഉള്ളൂ. അപ്പൊ അത്തരം ആളുകൾ പോലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം ഒന്നും വേണ്ടോ. മനോജ് കുമാർ സാറ് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഒരാളുടെ മരണത്തെ ഒരിക്കലും ഈ രീതിയിൽ ഉപയോഗിച്ചതായിട്ട് അദ്ദേഹം കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നു. കിച്ചുവിനെ മാതൃകയാക്കണം എന്ന് കുട്ടികളോട് പറയുന്നു. നേരെ തിരിച്ച് ഈ പ്രസ്തുത വ്യക്തിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താ? ഞാനത് വീണ്ടും ഈ സൈഡിൽ വീഡിയോ ഇടണോ? വേണ്ട, ആ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, അത് അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പരിശോധിക്കാം എന്നുള്ളതാണ്. അപ്പോ അത്രമാത്രം ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ പോലും പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അപ്പോഴാണ് പത്രസമ്മേളനം വിളിച്ചിട്ട് എന്തൊക്കെയാണോ കേട്ടോണ്ടിരിക്കുന്നത്. എടോ, നമ്മുടെ നാക്ക് നന്നായിരിക്കണം. നമ്മുടെ നാക്ക് നന്നായാൽ നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? ഇപ്പൊ ഇവർ ഇത്രത്തോളം വളരാനുള്ള കാരണം ആരാ? ഇവിടെയുള്ള ട്രോളന്മാര്, അതുപോലെ തന്നെ ഇത്തരം വീഡിയോസ് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ കൂടി വിചാരിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഇവർക്ക് അവരോടൊക്കെ ഭയങ്കര സ്നേഹമുണ്ട് കേട്ടോ. അത് ഇടയ്ക്ക് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ കുറിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അവസാനം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകൾക്കെതിരെ പരാതി കൊടുക്കുന്ന ഒരു അവസ്ഥയും നമ്മൾ കണ്ടു. പിന്നെ ഇപ്പൊ ചെയ്ത വീഡിയോ കൊണ്ട് അവർ അർത്ഥമാക്കുന്നത് എന്താണെന്ന് ആ വീഡിയോയിൽ അവർ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല, ഇനി എന്നെ എടുത്ത് നിങ്ങൾ വീണ്ടും റിയാക്ട് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തു കൊള്ളുക, ഇതാണ് പറയുന്നത്. അതായത് വെർബലായിട്ട് ഒരു പെർമിഷൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പ്രസ്തുത വ്യക്തി മുൻപ് ഒരു വെർബലായിട്ട് പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാവും ഇല്ലേ? അത്രേ ഉള്ളൂ. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ വേറൊരു രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു വാക്ക് പറയുന്നു, നിങ്ങൾ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങൾ. ഇവിടെ ഹനാനുള്ള മറുപടി ഉണ്ടോ? ഇല്ല. ഇവിടെ ഇതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ പല ആളുകളുടെ കയ്യിലും പലതും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെ? പല ആളുകളുടെ കയ്യിലും ഉണ്ടാവും പല കാര്യങ്ങളും. അത് അവർ പുറത്തു വിട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഇപ്പൊ ദുബായുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു എന്തൊക്കെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ടിക്ടോക്ക് എന്നൊരു സാധനം ഇന്ത്യയിലില്ല, പക്ഷെ ദുബായിൽ ഇപ്പോഴുണ്ട്, UAE ഇപ്പോഴുണ്ട്. ഒരുപാട് വീഡിയോസ് കിട്ടാൻ ഒരു വഴിയുമില്ല. ആ ഹോട്ടൽസ് ഇല്ലേ, ആ ഹോട്ടൽസിൽ നിന്ന് എടുത്ത ടിക്ടോക്ക് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കണം നമ്മളെല്ലാവരും. ഈ ഒരു സാഹചര്യത്തിൽ അത് ചില ആളുകൾക്ക് പുറത്തുവിടാൻ കഴിയാത്തത് കൊണ്ടാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും എന്നുള്ള ധാരണ കൊണ്ടാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയയിൽ ടിക്ടോക്കിൽ വന്ന ഒരു വീഡിയോ അത് പുറത്തു വിടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അത് കിട്ടിയ ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യമാണ് പുറത്ത് വിടണോ വിടണ്ടേ എന്നുള്ളത് കേട്ടോ. അതൊക്കെ നിങ്ങൾ എന്താ ചെയ്തോ. ഇവരെല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യാൻ കാരണക്കാരി ആയിട്ടുള്ള ഒരാളെ ഒന്നും പറയാനുമില്ല. എൻ്റെ സുഹൃത്താണ് എന്ന് പ്രസ്തുത വ്യക്തി തന്നെ പറയുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ എന്നോട് പറയുന്നതാണ് ഈ കണ്ടന്റ് ചെയ്യല്ലേ ബ്രോ എന്നുള്ളത്. ഈ കണ്ടന്റ് ചെയ്യാതിരിക്കാൻ ഈ വിഷയത്തിൽ എങ്ങനെ കഴിയുക? സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞ തെറി നിങ്ങൾ കേട്ടില്ലേ? അങ്ങനെ ഒരു തെറി ഒരിക്കലും ഞാൻ ഈ പ്രസ്തുത വ്യക്തിയെ പോലും അങ്ങനെയുള്ള ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അസഭ്യം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഏത് കാലഘട്ടത്തിലും ചൂണ്ടിക്കാണിക്കും എന്നുള്ളതാണ്. അതൊക്കെ അത്രയേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ നിലപാടാണ്. അതിനൊന്നും ഒരിക്കലും നമ്മൾ പിന്നോട്ടില്ല. ഇപ്പോൾ അസുഖം വന്ന സമയത്ത്, ഈ പ്രസ്തുത വ്യക്തിക്ക് അസുഖം വന്ന സമയത്ത് ഒരുപാട് ആളുകൾ പ്രാർത്ഥനയുമായിട്ട് അവരെ സമീപിച്ചിട്ടുണ്ട്. അവരെ വേർതിരുന്ന ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതോട് കൂടിയിട്ട് അതൊക്കെ അവസാനിച്ചില്ലേ? ആ പയ്യനെ കുറിച്ച് അതും പറഞ്ഞപ്പോൾ അത് അവസാനിച്ചില്ലേ? അത്രേ ഉള്ളൂ. വെറുതെ എന്തിനാണ് വീണ്ടും ഇപ്പൊ ആ തേർഡ് പാർട്ടും കൂടി വരും. അതിൽ എന്തൊക്കെയാ പറഞ്ഞിരുന്നത് ദൈവം തമ്പുരാന് പോലും അറിയില്ല എന്നുള്ളതാണ്. ഈ നെഗറ്റീവാണ്. 95% എന്നെ ഇഷ്ടപ്പെടുന്നവരാന്നാ പറയുന്നത്. നേരെ തിരിച്ചാണ്. 95% ഇഷ്ടപ്പെടാത്തവരാ. നിങ്ങൾ ആ ഇന്റർവ്യൂസ് ഒന്ന് പോയി കണ്ടു നോക്കിയേ. അതിലെല്ലാം നെഗറ്റീവാണ്. നിങ്ങൾക്ക് ആകെ സപ്പോർട്ടുള്ളത് എവിടെയാണെന്ന് അറിയോ? കുറച്ച് ഫേസ്ബുക്കിൽ, വളരെ കുറച്ച് ഇൻസ്റ്റഗ്രാമിൽ, അതും വളരെ കുറച്ച്. അതിനപ്പുറം നെഗറ്റീവാണ്. നിങ്ങളത് ചിന്തിക്കണം. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, താങ്കളെ കുറിച്ച് ചെയ്ത വീഡിയോസിന് റീച്ച് ഉണ്ട്, ഉള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാനൊരു വ്ളോഗ് എന്ന രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കണം. ആളുകൾക്ക് അതിനൊന്നും താല്പര്യമില്ല. ആളുകൾക്ക് താല്പര്യം എന്താ? ഇത്തരം കാര്യങ്ങളാണ്. നിങ്ങളോട് ഇഷ്ടമില്ലാത്ത ആളുകളാണ് വന്ന് വ്യൂ ചെയ്യുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്റെ നാക്കിന് അസുഖമൊന്നും ഇല്ല എന്ന് താങ്കൾ പറയുന്നില്ലേ? കമന്റ് ബോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താണ് ഇവർ ഇങ്ങനെ എന്ന രീതിയിലേക്ക് മാറുന്നത്? അപ്പൊ നാളെ എന്താ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും ആശുപത്രിയിലേക്ക് പോകാന്നാണല്ലോ താങ്കൾ പറയുന്നത്. എത്ര പ്രാക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാ. പ്രാർത്ഥനകൾ ഇല്ലാണ്ടാവുകയാണെന്നുള്ളതാണേ. സാക്ഷി പറയാന്നൊരു സംഭവം താങ്കൾ പറഞ്ഞു. അതായത് ഈ അസുഖത്തിൽ നിന്ന് മുക്തി നേടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സാക്ഷി പറഞ്ഞുകൊണ്ട് ആളുകളെ
ആ ഒരു വിശ്വാസത്തിലേക്ക് നയിക്കും എന്നുള്ളൊരു കാര്യം തന്നെയല്ല അതിനർത്ഥം. എനിക്കതിന്റെ ഡീറ്റെയിൽ അറിയില്ല, എന്നാലും ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് അസുഖം മാറിക്കഴിഞ്ഞാൽ ദൈവത്തിനെ സ്തുതിക്കുന്ന ഈ ഒരു കാര്യം. ഈ ഒരു നാക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ, നിങ്ങൾ അങ്ങനെ സാക്ഷിയോ മറ്റോ പറയാൻ പോകുന്ന ഒരാളാണെങ്കിൽ എങ്ങനെയാണ് ഈ നാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുക? എങ്ങനെ പറയാൻ കഴിയും? പ്രയോഗിക്കാൻ കഴിയാത്ത വാക്കുകളാണ്. ഇപ്പോ ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുതെന്നാണ് നമ്മൾ പറയാ, അല്ലെ? ചില ആളുകൾ എന്താ ചെയ്യുന്നത്? സഹായം ചെയ്യും, അത് ജനങ്ങൾ അറിയിച്ചു കൊണ്ടേയിരിക്കും. അതിലെന്ത് പുണ്യ കിട്ടാൻ പോകുന്നേ? ഒരു പുണ്യവും ഇല്ല. ഇനിയിപ്പോ 4 ആൾ അറിയാനാണെന്നുണ്ടെങ്കിൽ 4 പുസ്തകം എഴുതിയിട്ട് അതിന് 4 അവാർഡ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ 4 ആൾ അറിയില്ലേ? അതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമ്മൾ ചെയ്ത ചാരിറ്റിയൊക്കെ വേണമെങ്കിൽ ഒരു പുസ്തകമാക്കി എഴുതാം, അല്ലെ? ഇതപ്പോ ഞാനൊരു തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നൊന്നല്ല, ഒരുപാട് എഴുതിയിട്ടുണ്ട്, വേറെ കാര്യം. എന്നാലും അടുത്തത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നോവലാക്കാനുള്ള ഒരു എന്റെ സ്വപ്നത്തിലും അല്ലാതെ നേരിട്ടും കണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഞാനൊരു കഥ, ഈ കഥ ഓൾറെഡി 2012 എഴുതി തീർന്നതാണ്. പക്ഷെ എനിക്കത് നോവലാക്കണമെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ അത് എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ ആരെങ്കിലും സഹായിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഒരു പുസ്തകമാക്കിക്കൂടെ? എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് തള്ളുന്നത്? അതും അത് കൃത്യമായി പ്രസന്റ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ലേ? ഇപ്പൊ ഈ അതിനോട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ എന്താവും ആളുകൾ ചിന്തിക്കുക? അത് താങ്കൾ മനസ്സിലാക്കുന്നില്ല. ഇനി അത് മനസ്സിലാക്കാനും പോകുന്നില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സായി തന്നെ പറഞ്ഞല്ലോ, അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെയൊക്കെ തന്നെയാണ് സന്ദീപ് മുന്നോട്ട് പോവുക, അതിൽ മാറ്റം വരാനൊന്നും സാധ്യതയില്ല എന്ന് ഓൾറെഡി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്കും അതിൽ വിശ്വാസമാണ്. ഇനി അതിൽ നിന്നൊരു പിന്മാറ്റം താങ്കൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. നിങ്ങൾ പറഞ്ഞു എനിക്ക് ജീവിക്കണം, ഞാൻ ഇത് വച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും, നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ എന്നുള്ളത്. ഇപ്പൊ ഇതിനുള്ളൊരു മറുപടി എന്തായാലും അതിൽ ചെയ്യാൻ സാധ്യതയുണ്ട്, അതല്ല വിവി ചെയ്യാനും സാധ്യതയുണ്ട്. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരാഴ്ച മുമ്പ് വരെ, ഇന്റർവ്യൂ വരുന്നതിന്റെ മുൻപ് വരെ ഇവരാളുകൾ മറന്നിരുന്നു. ആ മറക്കല് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് മറക്കാനുള്ളതല്ല, വീണ്ടും പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അത് വലിച്ചു കീറി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ആ പയ്യൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടോ? ആ പയ്യൻ അവന്റെ മൂടും തട്ടി പോയതല്ലേ? അവൻ സ്വന്തമായി സ്ഥാപനം തുടങ്ങി അങ്ങനെ പോവല്ലേ? അവൻ ആ വഴിക്ക് പോകുമ്പോ അവനെ പിടിച്ചിങ്ങ് കൊണ്ടുവരേണ്ട കാര്യം തിരിക്കുന്നു. ഒരു കാര്യമില്ല. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് ഹനാൻ പറ. നിങ്ങളുടെ ഒരു വോയിസ് നമ്മളെല്ലാവരും കേട്ടതാ. നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനുള്ള മറുപടി ഉണ്ടോ? അല്ലെങ്കിൽ അതിനുള്ള തെളിവുണ്ടോ? ഇവരെന്തായാലും അതിനുള്ള മറുപടി തരില്ല. പകരം മറ്റുള്ള ആളുകൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹനാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ സത്യത്തിൽ? ഇപ്പൊ എന്റെ വീഡിയോ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഹനാൻ അങ്ങനെ പറഞ്ഞ വാക്ക് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അറിയില്ല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വേറെ ഒന്നും നമ്മളും പറഞ്ഞിട്ടില്ല. അവർ പറയുന്ന ആ ഓഡിയോയിൽ പോലും ഈ പ്രസ്തുത വ്യക്തിയുടെ പേര് പോലും ഞാൻ മ്യൂട്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ പ്രസ്തുത വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ആളുകൾ എഴുതാപ്പുറം വായിച്ചു കൊണ്ടിരിക്കുന്നു. എന്ത് പറയാനാടാ? എന്തായാലും സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഒരാളെ ഇത്രക്ക് വലിയൊരു തെറി വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? അത് എത്രത്തോളം മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് താങ്കൾ മനസ്സിലാക്കണം. താങ്കൾ റിയാക്ട് ചെയ്തിട്ടുള്ള പല ആളുകളും താങ്കളുടെ പലതരത്തിലുള്ള ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ്, പിന്നെ കുറച്ച് നുണകള്, ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. താങ്കളുടെ തുടക്കം മുതൽ ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വരെ കണ്ട വ്യക്തികളാണ് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് പറയും, നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന മുഴുവൻ വീഡിയോസും നമ്മൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഒരു ജോലിയാണിത്. അതുകൊണ്ടാണ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന് പല വ്യാഖ്യാനങ്ങളിലൂടെ ആളുകൾ പറയുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അത് അവരുടെ കാര്യങ്ങളാണെന്നുള്ളതാണ്. ഇവരുടെ സ്വഭാവം മാറാനൊന്നും പോകുന്നില്ല. ഇനി ഇവരിങ്ങനെ തന്നെയാണ് തുടർന്ന് പോവുക. നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലാതെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സബ് അടിച്ച് നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ മൂടും തട്ടിപ്പോ. നിങ്ങൾ അവിടെ ഒരു നെഗറ്റീവ് ഇടാനോ ഒരു പോസിറ്റീവ് ഇടാനോ പോകാൻ നിൽക്കണ്ട. ഇത് കണ്ടിട്ടില്ല എന്നുള്ളത് അടിച്ചാൽ പോരെ. പക്ഷെ അവിടെ കാണാൻ പോയിട്ട് അവിടെ പോയിട്ട് കമന്റ് ഇടും, ഒരു കാര്യമില്ലാണ്ട്. എന്തായാലും ഇപ്പൊ ഈ ഒരു ലാസ്റ്റ് വീഡിയോയും അതിന്റെ തൊട്ട് മുന്നേ വന്ന 2 ഇന്റർവ്യൂസും ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവന്നു. ആ പയ്യനെ ആവശ്യമില്ലാതെ ക്രൂശിച്ചു. ഇപ്പോഴും അത് തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നു. അതേപോലെ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിനെ കുറിച്ചിട്ടും അവർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ ആരെ അലമാരനുള്ളിൽ കയറിയിട്ടൊന്നും എടുത്തു കൊണ്ടിട്ടല്ല ഇത് ചെയ്യുന്നത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവർ പറഞ്ഞത് സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട്. നമ്മളത് മാന്യമായ രീതിയിൽ തന്നെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും നാളിനിടയിൽ ഈ സഭ്യത മറികടക്കാതെയാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി ആ ചേച്ചിമാരെന്തോ പത്രസമ്മേളനം വിളിച്ചല്ലോ, 32 യൂട്യൂബുകാരുടെ പേരൊക്കെ പറഞ്ഞിരുന്നല്ലോ, അക്കൂട്ടത്തിൽ ഈ ആള് പെടുവോ? പിന്നെ നിങ്ങളുടെ അടുത്തിരുന്ന ആ വ്യക്തി പെടില്ലേ? നിങ്ങളിപ്പോ പറയുന്ന അതേ രീതിയിൽ തന്നെ വേണമെങ്കിൽ മറ്റുള്ള ആളുകൾക്കും ഇതേപോലെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക, പരാതിയൊക്കെ കൊടുക്കുക. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത്രേ പറയുന്നുള്ളൂ. ഇപ്പൊ ഒരാളോട് താല്പര്യമില്ല എങ്കിൽ നമ്മളത് ഒഴിവാക്കി പോവുക ചെയ്യുക.
എന്തിനു പറയുന്ന ആ മുടി മുറിച്ച കുറച്ച് തടിയുള്ള ചേച്ചി ഷെഫീന ബീവിയെ കുറിച്ച് നിരന്തരം വീഡിയോ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതിന്റെ ആവശ്യം തിരിക്കുന്നു. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.